കണക്കിന് പണ്ഡിതന്മാരെ ഇബാർത്ത് ഇൻഷാല്ലാ എണ്ണി വായിച്ചത്. പക്ഷെ കാര്യം ഉണ്ടാവുന്നല്ല. കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ തെളിവ് മങ്കൂസ് മൗലിദാണല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിന് ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലിദാണ്. എന്നാൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്ത് ജമാഅത്തുണ്ട്. അവർക്ക് ഒന്നാമത്തെ തെളിവ് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ. രണ്ടാമത്തെ തെളിവ് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. മൂന്നാമതും നാലാമതും ഇതിൽ നിന്നുണ്ടായി വരുന്ന സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ തെളിവ്. നിങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു സുന്നത്ത് ജമാഅത്ത് വേറെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും തെളിവാക്കാം, നമുക്ക് നിർവാഹമില്ല. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ വ്യവസ്ഥയിൽ ഇപ്പോഴും തെളിവ് പറഞ്ഞത് ഒന്ന് മങ്കൂസ് മൗലിദ് ആയിരുന്നില്ല. ഒന്നാമത്തെ തെളിവ് പറഞ്ഞത് ഖുർആനും 2 സ്വഹീഹ് ഹദീസും തന്നെ എഴുതിയത്. ഒരു പക്ഷെ മറന്നതാണോ എന്നൊക്കെ അറിയാം. ഏതായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഇന്ന് വരെയും ഇൻഷാല്ലാഹ് ഇനി അങ്ങോട്ടും സ്വീകരിക്കുന്ന ഒന്നാമത്തെ തെളിവ് അള്ളാഹുവിന്റെ കിതാബ്, 2 റസൂലുള്ളാഹിന്റെ സുന്നത്ത്, 3 സ്ഥിരപ്പെട്ട ഇജ്മാഅ്, 4 വ്യക്തമായ ഖിയാസ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, അപ്പൊ ഇമാം ഹാക്കിമിന്റെ ഈ ഹദീസ്, ഹാക്കിം ഉദ്ധരിച്ച ഈ സംഭവം സ്വഹീഹാണ് എന്ന് പറയാൻ ഇപ്പോഴുള്ള തെളിവ് എന്താ? അബൂ ഹനീഫ ഇമാമ് ഖസിയത്തുൻ നുഅ്മാനിയയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ കൊണ്ട് തമസ്സുലാക്കിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു പുറത്തു കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാന്ന് പറഞ്ഞ ആരെങ്കിലും കാണിക്കാം, ഇഷ്ടം പോലെ കാണിക്കാം. അതല്ല നമ്മൾ ചർച്ച, അത് തന്നെയല്ലേ ചർച്ച. ഇങ്ങനെ സംഭവം സ്വഹീഹല്ല, ഇത് ശരിയല്ല, ഹാക്കിം ഉദ്ധരിച്ച റിപ്പോർട്ട് സ്ഥിരപ്പെട്ടതല്ല, സ്വഹീഹല്ല എന്ന് പറഞ്ഞ എത്ര വേണമെന്നറിയോ? ഒന്ന്, ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ഹാക്കിമിന് പുറമെ ഇമാം ബൈഹഖിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ച ഒന്ന്. ഇമാം ബൈഹഖി പറയുന്നു ദഈഫാണ്. നേരത്തെ പറഞ്ഞല്ലോ പ്രസവിച്ചാൾ വേദന ഉണ്ട്. അതെ, പ്രസവിച്ചാൾ തന്നെ പറഞ്ഞത് വേദന ഉണ്ട് എന്നത്. ഇമാം ഹാക്കിം പറയുന്നു ദഈഫാണ്. 2 ഈ ഹദീസ് ഉദ്ധരിച്ചത് മറ്റൊന്ന് ഇബ്നു അസാക്കിർ താരീഖു ദിമഷ്ക്. ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് താരീഖു ദിമഷ്ക് അദ്ദേഹം ഉദ്ധരിച്ച ഉടനെ പറയുന്നു വഫീഹി ദുഅഫുൻ വഹുവ ദഈഫുൻ, ഇദ്ദേഹം ദഈഫായ ആളാണ്. ഇതിലൊരു റാവിയെ പറ്റി പറഞ്ഞിട്ട് പറയാ ദഈഫാണ്. ആര്? ഇബ്നു അസാക്കിർ താരീഖു ദിമഷ്ക്. അപ്പൊ ഒന്ന് ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ, 2 ഇമാം ഇബ്നു അസാക്കിർ താരീഖു ദിമഷ്ക്, മൂന്നാമതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒന്നല്ല ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് ഖസസുൽ അംബിയ, എല്ലാവർക്കും അറിയാവുന്ന കിതാബാണ്, അതിൽ പറയുന്നു വഹുവ ദഈഫുൻ, ദഈഫാണ്. അതേ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്നെ അൽ ബിദായത്തു വൻ നിഹായ, അതിൽ പറയുന്നു വഹുവ ദഈഫുൻ, ദഈഫാണ്. ഇനി ഒരുപടി കൂടി കടന്നുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറെ മദ്ഹ് പറഞ്ഞല്ലോ, ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ്, അതേ സുയൂത്തി പറയുന്നു ദഈഫാണ്. അപ്പൊ പ്രസവിച്ചാലും പറഞ്ഞു, ഒപ്പം നിന്നോളും പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു, നഴ്സും പറഞ്ഞു, കണ്ടതൊക്കെ പറഞ്ഞു. അപ്പോഴും പുറത്തുള്ള മുസ്ലിം വേദന ഒന്നുമില്ല. എന്താണ് ഈ ശൈലി വേണോ? നമുക്ക് ഈ ശൈലി വേണോ? അപ്പൊ ആരെങ്കിലും പറഞ്ഞോന്നല്ലേ എന്നെ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചവർ മുതൽ ഇങ്ങോട്ട്, ഈ ഹദീസ് ആരാണോ ഉദ്ധരിച്ചത് അവിടെ മുതൽ ഇങ്ങോട്ട്. മാത്രമല്ല ഇമാം ഹാക്കിമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണല്ലോ ഇമാം ബൈഹഖി. ഇമാം ഹാക്കിമിന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ ഇമാം ബൈഹഖി. ആ ബൈഹഖിയാണ് പറഞ്ഞത് ദഈഫാണ്. സ്വഹീഹാണെന്ന് ആരാ പറഞ്ഞത്? ഒരാളും പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഒരാളും പ്രാമാണികരായ മുഹദ്ദിസുകളോ ആ നിൽക്കുന്ന മുഫസ്സിറുകളോ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമില്ല. വ്യക്തമായി. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആ സംഭവം സ്വഹീഹല്ല, അത് സ്ഥിരപ്പെട്ടതല്ല. മറിച്ച് ഖുർആൻ പഠിപ്പിച്ചത് റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. അപ്പൊ മൂപ്പര് ഞാൻ എന്താ അറിയോ, അപ്പൊ ഞാൻ പലതും തോൽക്കൂല. ഹുസൈൻ മുസ്ലിയാർ ഇങ്ങനെ പ്രാർത്ഥിച്ചത് വേറൊന്നും ഇല്ല അർത്ഥം വേണ്ട, ഇതുണ്ട് സ്ഥാപിച്ചാൽ മതി, ഇതുണ്ട് സ്ഥാപിച്ചാൽ മതി. വേറെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ദുആയും പഠിച്ചവനോട് മാത്രം, എല്ലാ ദുആയും റബ്ബിനോട് മാത്രം. അല്ലാത്ത ദുആ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ചിട്ടില്ല. ഉണ്ട് എന്ന് പറയപ്പെടുന്നത് ആകെ ഈ തവസ്സുലുള്ള കഥയാണ്. അതാവട്ടെ സ്ഥിരപ്പെട്ടതല്ലതാനും. ഇനി അബൂ ഹനീഫ ഇമാമിന്റെ പാട്ടിലുണ്ട്. ആ പാട്ട് അബൂ ഹനീഫിന്റെ ആണോ അല്ലേ വേറെ വിഷയം. അത് മുഴുവൻ പാടെ നിങ്ങൾ തന്നെ പറയും. 100 വരിയുണ്ട് ഖസിയത്തുൽ നുഅ്മാനിയ. അത് കംപ്ലീറ്റ് പാടെ നിങ്ങൾ തന്നെ പറയും. അബൂ ഹനീഫ അത് പറയുന്നല്ലോ. അതേ അബൂ ഹനീഫ ഇമാം പിന്നെ വിഷയത്തെ പറഞ്ഞെന്താ? വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖ് ഫുലാനിൻ വബിഹഖ് അംബിയാഇക, അംബിയാക്കളുടെ ഹഖ് കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറയൽ എനിക്ക് വെറുപ്പാകുന്നു. ആര്? അബൂ ഹനീഫ. അബൂ ഹനീഫ ഇമാമ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ അബൂ ഹനീഫ ഇമാമുണ്ടല്ലോ, അതേ അബൂ ഹനീഫ പറയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ബിഹഖ് ഫുലാനിൻ വബിഹഖ് അംബിയാഇക, അംബിയാക്കളുടെ ഹഖ് കൊണ്ട് ഇന്നാളെ ഹഖ് കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയൽ അക്റഹു, ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടല്ല. അപ്പൊ മനസ്സിലായി ആ പാട്ട് പിന്നെ അബൂ ഹനീഫ പാടിയതല്ല എന്നുള്ളത്.
കാരണം അത് കണ്ട അബു ഹനീഫ പറയോ എനിക്ക് വെറുപ്പാന്നുള്ള ആദനബി ചെയ്തൊരു പണി അബു ഹനീഫയ്ക്ക് വെറുപ്പാകും. അതങ്ങനെ ഉണ്ടാവും. അദ്ദേഹം ആലുസുന്നത്തമായ തന്നെ നേതാവല്ലേ, അദ്ദേഹം ഇത് പറയില്ലല്ലോ, സഖാഫി ഒന്നുമില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ സംഭവം സ്ഥിരപ്പെട്ടതല്ല എന്ന് ആര് പറഞ്ഞു എന്നാ ചോദിച്ചത്? ഒരു